everyone, welcome back to our channel DIY Everything Homemade. ഇന്നിപ്പോൾ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു origami chair ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഞാൻ ഒരു 8 cm സൈഡ് ഉള്ള ഒരു സ്ക്വയർ ഷീറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചെയറിന്റെ ബേസ് പോർഷൻ ആണ് ഉണ്ടാക്കുന്നത്. ആ ഇരിക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ക്വയർ ഷീറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ആ പേപ്പറിൻ്റെ മടക്കൊക്കെ ശ്രദ്ധിക്കുക. പേപ്പർ അത് ചെറുതായി വരും മടക്കുന്നതനുസരിച്ച്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ടത് മനസ്സിലാവും. ഇനിയുള്ള പോർഷൻ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, അതുകൊണ്ടാണ് ഞാൻ സൂം ഇൻ ചെയ്തിരിക്കുന്നത്. ഓൾറെഡി മടക്കി വെച്ചേക്കുന്ന ആ ഭാഗത്ത് കൂടെയാണ് നമുക്ക് പിന്നെ മടക്കാനുള്ളത്. നമുക്ക് ശരിക്കും ഒരു ബോക്സ് ഷേപ്പിലേക്കാണ് ഇത് വരേണ്ടത്. അതുകൊണ്ട് മടക്കൊക്കെ ശ്രദ്ധിച്ച് മടക്കുക. ചുളുക്കോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പെർഫെക്റ്റ് ആയിട്ടൊരു ബോക്സിൻ്റെ ഷേപ്പിലേക്ക് ഇത് കിട്ടില്ല. ഇപ്പോൾ നമുക്കൊരു ബോക്സിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി സെയിം രീതിയിൽ തന്നെ നമുക്ക് വേറൊരു ബോക്സും കൂടി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 7.5 cm ഉള്ള ഒരു സ്ക്വയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സെയിം വേയിൽ തന്നെയാണ് അടുത്ത ബോക്സ് ഉണ്ടാക്കുന്നത്. ആദ്യത്തെ ബോക്സ് നമ്മളൊരു 8 cm സ്ക്വയറുള്ള പേപ്പറാണ് ഉപയോഗിച്ചത്. ഇവിടെ നമ്മൾ 7.5 cm ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം രണ്ട് ബോക്സും റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരെണ്ണത്തിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് കയറ്റി വെക്കണം. ആദ്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബോക്സ് ഉണ്ടാക്കുന്ന രീതി പറഞ്ഞുകൊണ്ട് ഈ ബോക്സ് ഉണ്ടാക്കുന്ന രീതി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ബോക്സ് ഉണ്ടാക്കുന്ന സെയിം രീതിയിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കേണ്ടത്. ഇനി ചെയറിൻ്റെ ബാക്കിയുള്ള പോർഷൻസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന അളവിലുള്ള 3 ഷീറ്റ് പേപ്പറാണ് നമുക്ക് ആവശ്യം. ഇതിലിനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ആ 3 ഷീറ്റ് പേപ്പർ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ആ ബോക്സിൻ്റെ ഉള്ളിലോട്ട് ജസ്റ്റ് ഇറക്കി വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ origami ചെയർ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.